ഹായ് ഫ്രണ്ട്സ്, മാട്രിക്സ് മീഡിയ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മൈസൂരിലാണ്. മൈസൂർ പാലസിൻ്റെ തൊട്ട് മുമ്പിലാണുള്ളത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ടിക്കറ്റ് എടുത്ത് നമ്മൾ അങ്ങോട്ടേക്ക് കയറുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ കയറിയിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ്. കുട്ടികൾക്ക് 18 വയസ്സ് വരെ നമുക്ക് ചാർജ്. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 രൂപ. പിന്നെ അതിന് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഫ്രീ ആണ്. അപ്പോൾ നമ്മുടെ പാലസിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൈസൂർ രാജാവിൻ്റെ കൊട്ടാരം അതാണ് ഇത് കാണുന്നത്. മൈസൂർ പാലസിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നേരെ നമ്മളിങ്ങനെ ഇതൊരു ഭയങ്കര പാർക്കിംഗ് ഏരിയ ആയിട്ടുള്ളൊരു സ്ഥലം. ഇത് അവിടുത്തെ ദർബാറാണ്. ഇവിടെ നിന്നുകൊണ്ട് ജനങ്ങൾ വന്നിരുന്നതെന്നു. ഇതാണ് മൈസൂർ പാലസിൻ്റെ ശരിക്കുള്ള എൻട്രൻസിലേക്കുള്ള ഫേസ് ആയിട്ടുള്ള പാലസ് കേട്ടോ. ഇതിനുള്ളിൽ ആണ് അവിടെ ദർബാറിൽ അവിടെ പിന്നെ മറ്റാൾ വന്ന് നിൽക്കുന്നതും ഇതൊക്കെ. അവിടെയും രാജാവ് അവിടെയാണ് നിൽക്കലൊക്കെ. അവിടെ ഒരു അമ്പലമുണ്ട്. അതുപോലെ തന്നെ ആ ഭാഗത്തൊരു അമ്പലമുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ ഒരു അമ്പലമുണ്ട്. നമ്മൾ വന്നത് അത് ആ ഭാഗത്താട്ടോ. അവരുപയോഗിച്ചിരുന്ന അന്നത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന പടക്കോപ്പുകൾക്കും ഇതിനൊക്കെ കുതിരവണ്ടിയും അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. പെയിന്റിംഗ് ആട്ടോ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളത്. മൈസൂർ പാലസിൻ്റെ ഒരു മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, എന്തോ ഒരു സാധനം അവിടെ വേറെ ഉണ്ട് ഈ ചെറിയ പാത്രത്തിൽ. അന്ന് ഉപയോഗിച്ചിരുന്ന പിന്നെ മലയാളികളും ഇവരൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും പൊടിയും കാര്യങ്ങളും ഇതൊക്കെയാണ്, വിഷറിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മീറ്റിംഗ് ഹാള് പോലെയുള്ളൊരു സ്ഥലങ്ങളാണ്. ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. സംഭവം മൈസൂർ പാലസിൻ്റെ ഉള്ളിലുള്ള പെയിൻറ്റിങ്ങുകളൊക്കെ നല്ല അടിപൊളി ആർട്ടുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുന്നതായിട്ടുള്ള അടിപൊളി പെയിൻറ്റിംഗ് ആണ് ഇതിനുള്ളിലുള്ള അടിപൊളി സംഭവങ്ങൾ. നിലത്ത് അതുപോലത്തെ എന്തോ ഒരു ടൈല് പോലത്തെ ഒരു സാധനമാണ്. ഇതിനുള്ളിൽ ഇവിടെയുള്ള കുറേ രാജാക്കന്മാരുടെ ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ആളുകളാണ് തോന്നുന്നത്.
അലക്സാണ്ട്രയാണ് തോന്നുന്നത്. ജൈവവർമ്മ പെയിന്റ് ചെയ്തതൊക്കെ ഉണ്ട് കേട്ടോ. ഉപയോഗിച്ചിരുന്ന കുറേ പണപ്പെട്ടികളാണ് തോന്നുന്നത്. പണപ്പെട്ടികളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണിത്. വെള്ളിയിലുണ്ട്, മരത്തിൻ്റെതുണ്ട്. ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളാണിത്. ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്. രാജാവ് നോക്കിയിരുന്ന കണ്ണാടിയാന്ന് തോന്നുന്നുണ്ട്. വെള്ളി ചെയറാണിത്. വെള്ളി ചെയറുകളാണ്. വെള്ളിയിലുള്ള സ്നേഹതര ചെയറുകളാണ്. ആനക്കൊമ്പിൽ തീർത്ത ഒരു ഇതുണ്ട് കേട്ടോ. രാജാവിൻ്റെ എന്തോ ഒരു സംഭവമാണ്. ആനക്കൊമ്പിൽ തീർത്തതാണ് ഒരു ഫോട്ടോ. അപ്പുറത്ത് രണ്ട് വെച്ചിട്ടുണ്ട് ചെയറുണ്ട്. അവിടെ ഏതോ ഒരു പോത്തിന് തലവെട്ടി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ മല്ലയുദ്ധങ്ങളൊക്കെ നടക്കൽ ഇവിടെ തോന്നുന്നുണ്ട്. ഇവിടെ രണ്ട് സ്റ്റാച്ചു ഉണ്ട്. ഇവിടെ ഈ നെറ്റ് ഇട്ടതുകൊണ്ട് ഭയങ്കര അറിയില്ല കേട്ടോ. ഇവിടെയാണ് തോന്നുന്നുണ്ട് ഇവർ ഈ മല്ലയുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്, വിചാരണ നടത്തുന്ന സ്ഥലങ്ങളൊക്കെ തോന്നുന്നുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടതുപോലെ, ബാഹുബലിയിലൊക്കെ കണ്ടതുപോലെയുള്ള ആ ഒരു സ്ഥലമാണ് തോന്നുന്നുണ്ട്. ഉപയോഗിച്ചിരുന്ന പീരങ്കികളാണ് കേട്ടോ. പീരങ്കി ഉണ്ട്, പീരങ്കികളുണ്ട് ഇവിടെ. കുറേ പീരങ്കികളുണ്ട്. പീരങ്കികളുണ്ട് കേട്ടോ. കൊമ്പിലത് ആനക്കൊമ്പെടുത്ത് പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബാഹുബലിയിൽ കണ്ടതുപോലുള്ളൊരു സാധനമാണ് തോന്നിട്ടത്. എന്തൊക്കെയാ സംഭവങ്ങൾ ഇതാ കത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു യന്ത്രം ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താണെന്ന് ഒരു പിടുത്തമില്ല. അങ്ങോട്ട് പോകാനുള്ളൊരു മാർഗമില്ല. കംപ്ലീറ്റ് ഗോൾഡാണ് കേട്ടോ. ഗോൾഡൻ ഹരീത എന്നാണ് ഇതിൻ്റെ പേര്. എന്താണ് സംഭവം എനിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചേരമായിരൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇത് രാജാവിരിക്കുന്ന ഒരു സ്ഥലമാണ്. എന്താണ് സംഭവം എന്ന് അറിയില്ല. പക്ഷെ സ്വർണ്ണത്തിലുണ്ടാക്കിയത്. അതിൻ്റെ ബാക്കിൽ രണ്ട് ആനക്കൊമ്പുണ്ട്. ഇതിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഇതിലുമുണ്ട്. ദസറ പ്രൊസഷന് വേണ്ടി അവർക്ക് ദസറ ഉത്സവം നടക്കുന്ന സമയത്താണിത് ദസറയിലാണ്. ഇവിടെ എന്തോ ഒരു സ്റ്റാച്ചു നിൽക്കുന്നുണ്ട് ലൈറ്റും വെച്ചിട്ട്. വെള്ളം ബന്ധമാണ് സാറ്. ഇവിടെ ഓരോ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് സംഭവം? ഇതിനിപ്പോൾ ബൾബൊക്കെ കൊടുത്തു. ഇവിടെ രാജാവിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പേര് കൃഷ്ണരാജാര് 4 ആണ്. നമുക്കൊരു ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ദർബാറാണ് തോന്നിട്ടോ. ദർബാറ് തോന്നിട്ടോ. ഇവിടെ വന്നിട്ടാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു സ്ഥലമാണ് തോന്നുന്നത്.
ഇതൊന്നും രാജാവ് പിന്നെ അഭിസംബോധന ചെയ്യുന്ന ഒരു സ്റ്റേറിൻ്റെ പേര് സ്ഥലമുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച പുറത്തെ ഗേറ്റാണ്. ഇവിടെ നിന്നാണ് കറക്റ്റ് കണ്ട എൻട്രൻസ്. പക്ഷെ അതിലൂടെ നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകുന്നതാണ്. അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചുറ്റൊട്ടൊരു മലയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഭാഗത്ത് കാണുന്ന ആ പച്ച കളറിൽ കാണുന്ന ആ ഭാഗത്ത് ഇതിൻ്റെ പ്രോഗ്രാമുകൾ നടക്കുന്ന സമയത്ത് ചീഫ് ജസ്റ്റിസ് അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജികൾ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇവിടെ ചീഫ് ടോപ്പ് ഓഫീസേഴ്സ് CRPF അങ്ങനെയുള്ള ഓഫീസേഴ്സിന് അതിൻ്റെ വലിയ ഓഫീസേഴ്സിന് ഇരിക്കാനുള്ള സ്ഥലം. വാതിലുകളിലെല്ലാം കൊത്തുപണി ഉണ്ട് കേട്ടോ. ഇവിടെയാണ് സിംഹാസനം എന്നാണ് തോന്നുന്നത്. ഇവിടെ എന്താണ് സംഭവം എന്ന് എനിക്ക് അടിപൊളി ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ള നല്ല സെറ്റായിട്ടുള്ള അടിപൊളി പെയിൻറ്റിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഹോളുണ്ട് കേട്ടോ. അവിടെ മുകളിലായിട്ട് ഒരു ഹോളാണ് തോന്നുന്നത്. ഡാൻസ് കളിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഡാൻസേഴ്സ് ഡാൻസ് കളിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. പ്രൈവറ്റ് ദർബാർ ഹാളാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള ദർബാർ ഹാളാണെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒരു ഡോറുണ്ട് കേട്ടോ. ഫോണിൽ താഴ്ത്തി കിടക്കുന്നില്ല. കയറി പുറത്തെത്തി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ.